എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിൻ നിന്നെടുത്തിട്ടുള്ള GK ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യ ഗ്രന്ഥത്തിൻ്റെ മറ്റൊരു പേര്. ആദ്യ ഗ്രന്ഥത്തിൻ്റെ മറ്റൊരു പേര് ഗുരുഗ്രന്ഥ സാഹിബ്. ഗുരുഗ്രന്ഥ സാഹിബ് എന്നതാണ് ആദ്യ ഗ്രന്ഥത്തിൻ്റെ മറ്റൊരു പേര്. ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ അറബ് ഉച്ചകോടിക്ക് വേദിയായ നഗരം. 2005 ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ അറബ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ബ്രസീലിയ. ബ്രസീലിയയാണ് 2005 ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ അറബ് ഉച്ചകോടിക്ക് വേദിയായ നഗരം. ഇസ്രയേലിൻ്റെ ജനനത്തിന് കാരണമായ പ്രസ്ഥാനം. ഇസ്രയേലിൻ്റെ ജനനത്തിന് കാരണമായ പ്രസ്ഥാനം സിയോണിസ്റ്റ് പ്രസ്ഥാനം. സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് ഇസ്രയേലിൻ്റെ ജനനത്തിന് കാരണമായ പ്രസ്ഥാനം. ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ രചിച്ചത്. ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ രചിച്ചത് R.C. ദത്ത്. R.C. ദത്താണ് ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ രചിച്ചത്. ഇത്തിഹാദ് എയർലൈൻസ് ഏത് രാജ്യത്താണ്? ഇത്തിഹാദ് എയർലൈൻസ് ഏത് രാജ്യത്താണ്? UAE. ഇത്തിഹാദ് എയർലൈൻസ് UAE രാജ്യത്തുള്ളതാണ്. ഇന്ദുപ്പിൻ്റെ രാസസൂത്രം. ഇന്ദുപ്പിൻ്റെ രാസസൂത്രം പൊട്ടാസ്യം ക്ലോറൈഡ്. ഇന്ദുപ്പിൻ്റെ രാസസൂത്രം പൊട്ടാസ്യം ക്ലോറൈഡ്. ഇന്ത്യ പരമാധികാര റിപ്പബ്ലിക് ആയത്. ഇന്ത്യ പരമാധികാര റിപ്പബ്ലിക് ആയതെന്നാണ് 1950 ജനുവരി 26. 1950 ജനുവരി 26 ഇന്ത്യ പരമാധികാര റിപ്പബ്ലിക് ആയത്. ഇന്ത്യ ഭരിക്കാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച തന്ത്രം. ഇന്ത്യ ഭരിക്കാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച തന്ത്രം ഭിന്നിപ്പിച്ച് ഭരിക്കൽ. ഇന്ത്യ ഭരിക്കാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച തന്ത്രമാണ് ഭിന്നിപ്പിച്ച് ഭരിക്കൽ. ഇന്ത്യ ഭരിച്ച ആദ്യത്തെ അഫ്ഗാൻ വംശജൻ. ഇന്ത്യ ഭരിച്ച ആദ്യത്തെ അഫ്ഗാൻ വംശജൻ ബഹ്ലുൽ ലോധി. ബഹ്ലുൽ ലോധിയാണ് ഇന്ത്യ ഭരിച്ച ആദ്യത്തെ അഫ്ഗാൻ വംശജൻ. ഇന്ത്യൻ ഫുട്ബോൾ ടീം ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വർഷം. ഇന്ത്യൻ ഫുട്ബോൾ ടീം ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വർഷം 1948. 1948 ഇന്ത്യൻ ഫുട്ബോൾ ടീം ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത. കൊൽക്കത്തയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ലിഗ്നൈറ്റ് കാണപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ലിഗ്നൈറ്റ് കാണപ്പെടുന്ന സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിൽ തമിഴ്നാട്ടിലാണ് ലിഗ്നൈറ്റ് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻ റം ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻ റം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് മൗസിൻ റം. മേഘാലയ സംസ്ഥാനത്താണ് മൗസിൻ റം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകളുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകളുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായി അംഗീകാരം ലഭിക്കണമെങ്കിൽ എത്ര സംസ്ഥാനങ്ങളിൽ അംഗീകാരം ലഭിച്ച പാർട്ടിയായിരിക്കണം? ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായി അംഗീകാരം ലഭിക്കണമെങ്കിൽ എത്ര സംസ്ഥാനങ്ങളിൽ അംഗീകാരം ലഭിച്ച പാർട്ടിയായിരിക്കണം? 4. ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായി അംഗീകരിക്കണമെങ്കിൽ 4 സംസ്ഥാനങ്ങളിൽ അംഗീകാരം ലഭിച്ച പാർട്ടിയായിരിക്കണം. ഇന്ത്യയിൽ ആദ്യമായി നിയമബിരുദം നേടിയ വനിത. ഇന്ത്യയിൽ ആദ്യമായി നിയമബിരുദം നേടിയ വനിത കോർണേലിയ സൊറാബ്ജി. 1894 ഇന്ത്യയിൽ ആദ്യമായി നിയമബിരുദം നേടിയ വനിതയാണ് കോർണേലിയ സൊറാബ്ജി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടം. ജോഗ് വെള്ളച്ചാട്ടമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം. രാഷ്ട്രകൂട വംശത്തിലെ ഏറ്റവും പ്രഗത്ഭർ. രാഷ്ട്രകൂട വംശത്തിലെ ഏറ്റവും പ്രഗത്ഭർ ഗോവിന്ദ അമോഘവർഷൻ. ഗോവിന്ദയും അമോഘവർഷനുമാണ് രാഷ്ട്രകൂട വംശത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ളവർ. രാജതരംഗിണി രചിച്ചത്. രാജതരംഗിണി രചിച്ചത് കൽഹണൻ. കൽഹണനാണ് രാജതരംഗിണി രചിച്ചത്.
ഏത് ലോഹത്തിൻ്റെ അയിരാണ് ഹേമറ്റൈറ്റ്? ഏത് ലോഹത്തിൻ്റെ അയിരാണ് ഹേമറ്റൈറ്റ്? ഇരുമ്പ്. ഇരുമ്പിൻ്റെ അയിരാണ് ഹേമറ്റൈറ്റ്. ഏത് വേദത്തിൻ്റെ ഉപവേദമാണ് ഗന്ധർവവേദം? ഏത് വേദത്തിൻ്റെ ഉപവേദമാണ് ഗന്ധർവവേദം? സാമവേദം. സാമവേദത്തിൻ്റെ ഉപവേദമാണ് ഗന്ധർവവേദം. ഏത് സേനയുടെ തലവനാണ് അഡ്മിറൽ? ഏത് സേനയുടെ തലവനാണ് അഡ്മിറൽ? നാവികസേന. നാവികസേനയുടെ തലവനാണ് അഡ്മിറൽ. ഏത് നദിയിലാണ് അരുവിക്കര ഡാം? ഏത് നദിയിലാണ് അരുവിക്കര ഡാം? കരമനയാർ. കരമനയാർ നദിയിലാണ് അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാമുഖ്യം നൽകപ്പെട്ടത്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാമുഖ്യം നൽകപ്പെട്ടത് കൃഷി. കൃഷിക്കാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാമുഖ്യം നൽകപ്പെട്ടത്. ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നത്? ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നത് 1526. 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നത്. ഒന്നാം ഭൗമ ഉച്ചകോടിയുടെ വേദി? ഒന്നാം ഭൗമ ഉച്ചകോടിയുടെ വേദി റിയോ ഡി ജനീറോ. ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ് ഒന്നാം ഭൗമ ഉച്ചകോടിയുടെ വേദി. ഒന്നാം കേരള നിയമസഭയിലെ ആകെ അംഗങ്ങൾ? ഒന്നാം കേരള നിയമസഭയിലെ ആകെ അംഗങ്ങൾ 127. ഒന്നാം കേരള നിയമസഭയിലെ ആകെ അംഗങ്ങൾ 127. കമ്മ്യൂണിസം കൊടുമുടി അഥവാ ഇസ്മായിൽ സമാനി കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം? കമ്മ്യൂണിസം കൊടുമുടി അഥവാ ഇസ്മായിൽ സമാനി കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം തജിക്കിസ്ഥാൻ. തജിക്കിസ്ഥാനിലാണ് കമ്മ്യൂണിസം കൊടുമുടി അഥവാ ഇസ്മായിൽ സമാനി കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. കാനഡ ഏത് ഭൂഖണ്ഡത്തിലാണ്? കാനഡ ഏത് ഭൂഖണ്ഡത്തിലാണ്? വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ് കാനഡ. കാനഡ ഗ്രീൻലാൻഡ് പ്രദേശങ്ങൾക്കിടയിലുള്ള കടലിടുക്ക്? കാനഡ ഗ്രീൻലാൻഡ് പ്രദേശങ്ങൾക്കിടയിലുള്ള കടലിടുക്ക് ഡേവിസ് കടലിടുക്ക്. കാനഡ ഗ്രീൻലാൻഡ് പ്രദേശങ്ങൾക്കിടയിലുള്ള കടലിടുക്കാണ് ഡേവിസ് കടലിടുക്ക്. കാബർ തണ്ണീർത്തടം ഏത് സംസ്ഥാനത്താണ്? കാബർ തണ്ണീർത്തടം ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. ബീഹാർ സംസ്ഥാനത്താണ് കാബർ തണ്ണീർത്തടം സ്ഥിതി ചെയ്യുന്നത്. കാബുൾ ആസ്ഥാനമായി ഭരണനിർവഹണം നടത്തിയ മുഗൾ ചക്രവർത്തി? കാബുൾ ആസ്ഥാനമായി ഭരണനിർവഹണം നടത്തിയ മുഗൾ ചക്രവർത്തി ബാബർ. ബാബറാണ് കാബുൾ ആസ്ഥാനമായി ഭരണനിർവഹണം നടത്തിയ മുഗൾ ചക്രവർത്തി. കുളച്ചൽ തുറമുഖം ഏത് സംസ്ഥാനത്താണ്? കുളച്ചൽ തുറമുഖം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് കുളച്ചൽ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു അംഗത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അധികാരപ്പെട്ടതാര്? കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു അംഗത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അധികാരപ്പെട്ടത് സ്പീക്കർ. സ്പീക്കറാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു അംഗത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അധികാരപ്പെട്ടിട്ടുള്ളത്. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നത്? കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നത് റയോൺ. റയോണാണ് കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നത്. സമാധാനത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത്? സമാധാനത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത് ഹിരോഷിമ. ഹിരോഷിമയാണ് സമാധാനത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം? ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എന്നായിരുന്നു 1907. 1907 ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം അനുഭവിച്ച സ്ഥലം? ഗാന്ധിജി ആദ്യ ജയിൽവാസം അനുഭവിച്ച സ്ഥലം ജോഹന്നാസ്ബർഗ്. ജോഹന്നാസ്ബർഗിലാണ് ഗാന്ധിജി ആദ്യമായി ജയിൽവാസം അനുഭവിച്ചത്. ഗാന്ധിജിയുടെ ഉപദേശമനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നിരാഹാരം അവസാനിപ്പിച്ച നേതാവ്? ഗാന്ധിജിയുടെ ഉപദേശമനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നിരാഹാരം അവസാനിപ്പിച്ച നേതാവ് കെ കേളപ്പൻ. കെ കേളപ്പനാണ് ഗാന്ധിജിയുടെ ഉപദേശമനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നിരാഹാരം അവസാനിപ്പിച്ച നേതാവ്. ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച അൺ ടു ദി ലാസ്റ്റ് രചിച്ചത്? ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച അൺ ടു ദി ലാസ്റ്റ് രചിച്ചത് ജോൺ റസ്കിൻ. ജോൺ റസ്കിനാണ് ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച അൺ ടു ദി ലാസ്റ്റ് രചിച്ചത്. സി പി രാമസ്വാമി അയ്യർ പദവി ഒഴിഞ്ഞപ്പോൾ ആക്ടിംഗ് ദിവാനായത്?
CP രാമസ്വാമി അയ്യർ പദവി ഒഴിഞ്ഞപ്പോൾ ആക്ടിംഗ് ദിവാനായത് PGN ഉണ്ണിത്താൻ. PGN ഉണ്ണിത്താനായിരുന്നു CP രാമസ്വാമി അയ്യർ പദവി ഒഴിഞ്ഞപ്പോൾ ആക്ടിംഗ് ദിവാനായത്. CAT സ്കാനർ കണ്ടുപിടിച്ചതാര്? CAT സ്കാനർ കണ്ടുപിടിച്ചതാരാണ്? ഗോഡ്ഫ്രീ ഹൗൺസ്ഫീൽഡ്. ഗോഡ്ഫ്രീ ഹൗൺസ്ഫീൽഡാണ് CAT സ്കാനർ കണ്ടുപിടിച്ചത്. CV രാമന് ഏത് വിഷയത്തിലാണ് നോബൽ സമ്മാനം ലഭിച്ചത്? CV രാമന് ഏത് വിഷയത്തിലാണ് നോബൽ സമ്മാനം ലഭിച്ചത്? ഊർജ്ജതന്ത്രം. ഊർജ്ജതന്ത്രത്തിലാണ് CV രാമന് നോബൽ സമ്മാനം ലഭിച്ചത്. സിക്കിമിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമ ബംഗാളിലെ വിമാനത്താവളം. സിക്കിമിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമ ബംഗാളിലെ വിമാനത്താവളം ബാഗ് ഡോഗ്രയാണ്. സിക്കിമിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമ ബംഗാളിലെ വിമാനത്താവളം. സിക്കിമിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമ ബംഗാളിലെ റെയിൽവേ സ്റ്റേഷൻ. സിക്കിമിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമ ബംഗാളിലെ റെയിൽവേ സ്റ്റേഷൻ ന്യൂ ജൽപൈഗുഡി. ന്യൂ ജൽപൈഗുഡിയാണ് സിക്കിമിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമ ബംഗാളിലെ റെയിൽവേ സ്റ്റേഷൻ. ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഗുജറാത്തിലാണ് ഗിർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. സിയാങ് എന്ന പേരിൽ അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുന്ന നദി. സിയാങ് എന്ന പേരിൽ അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുന്ന നദി ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയാണ് സിയാങ് എന്ന പേരിൽ അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുന്ന നദി. ഗിരി ജലസേചന പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഗിരി ജലസേചന പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലാണ് ഗിരി ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നദിയുടെ തീരത്തെ ഏറ്റവും വലിയ നഗരം. സിന്ധു നദിയുടെ തീരത്തെ ഏറ്റവും വലിയ നഗരം കറാച്ചി. കറാച്ചിയാണ് സിന്ധു നദിയുടെ തീരത്തെ ഏറ്റവും വലിയ നഗരം. സ്ട്രോംബോളി കൊടുമുടി ഏത് രാജ്യത്താണ്? സ്ട്രോംബോളി കൊടുമുടി ഏത് രാജ്യത്താണ്? ഇറ്റലി. ഇറ്റലിയിലാണ് സ്ട്രോംബോളി കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും വലിയ തടപ്രദേശമുള്ളത്. ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും വലിയ തടപ്രദേശമുള്ളത് യമുന. യമുനയ്ക്കാണ് ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും വലിയ തടപ്രദേശമുള്ളത്. ഗംഗാതീരത്തെ ഏറ്റവും വലിയ നഗരം. ഗംഗാതീരത്തെ ഏറ്റവും വലിയ നഗരം കാൺപൂർ. കാൺപൂറാണ് ഗംഗാതീരത്തെ ഏറ്റവും വലിയ നഗരം. സംസ്ഥാന ശാസ്ത്ര പരിസ്ഥിതി കൗൺസിൽ ചെയർമാൻ. സംസ്ഥാനത്തെ ശാസ്ത്ര പരിസ്ഥിതി കൗൺസിൽ ചെയർമാൻ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ശാസ്ത്ര പരിസ്ഥിതി കൗൺസിൽ ചെയർമാൻ. സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രത്തിനു വേണ്ടി സംസ്ഥാന ഭരണം നടത്തുന്നതാര്? സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രത്തിനു വേണ്ടി സംസ്ഥാന ഭരണം നടത്തുന്നത് ഗവർണർ. സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രത്തിനു വേണ്ടി സംസ്ഥാന ഭരണം നടത്തുന്നത് ഗവർണറാണ്. ഗംഗൈകൊണ്ട ചോളൻ എന്നറിയപ്പെട്ടത്. ഗംഗൈകൊണ്ട ചോളൻ എന്നറിയപ്പെട്ടത് രാജേന്ദ്രൻ ഒന്നാമൻ. രാജേന്ദ്രൻ ഒന്നാമനാണ് ഗംഗൈകൊണ്ട ചോളൻ എന്നറിയപ്പെട്ടത്. ഗംഗൈകൊണ്ട ചോളപുരത്ത് ബൃഹദ്വേശ്വര ക്ഷേത്രം നിർമ്മിച്ചത്. ഗംഗൈകൊണ്ട ചോളപുരത്ത് ബൃഹദേശ്വര ക്ഷേത്രം നിർമ്മിച്ചത് രാജേന്ദ്ര ചോളൻ. രാജേന്ദ്ര ചോളനാണ് ഗംഗൈകൊണ്ട ചോളപുരത്ത് ബൃഹദേശ്വര ക്ഷേത്രം നിർമ്മിച്ചത്. സ്വർണത്തിൻ്റെ ലായകം. സ്വർണത്തിൻ്റെ ലായകം അക്വാറീജിയ. അക്വാറീജിയാണ് സ്വർണത്തിൻ്റെ ലായകം. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച വിദേശ വംശജ. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച വിദേശ വംശജ സോണിയാഗാന്ധി. സോണിയാഗാന്ധിയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച വിദേശ വംശജ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യക്തിഗത ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തിഗത ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവ് രാജവർദ്ധൻ സിംഗ് റാത്തോഡ്. രാജവർദ്ധൻ സിംഗ് റാത്തോഡാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തിഗത ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവ്. ഹവ്വ ബീച്ച് ഏത് ജില്ലയിലാണ്? ഹവ്വ ബീച്ച് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് ഹവ്വ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്.
ഹരിയാനയിലെ ഏക നദി. ഹരിയാനയിലെ ഏക നദി ഖഗർ. ഖഗർ നദിയാണ് ഹരിയാനയിലെ ഏക നദി. ഖാഗ്ര യുദ്ധത്തിൽ മഹമ്മൂദ് ലോധിയുടെ നേതൃത്വത്തിലുള്ള അഫ്ഗാനികളെ തോൽപ്പിച്ചതാര്? 1529 ഖാഗ്ര യുദ്ധത്തിൽ മഹമ്മൂദ് ലോധിയുടെ നേതൃത്വത്തിലുള്ള അഫ്ഗാനികളെ തോൽപ്പിച്ചത് ബാബർ. ബാബറാണ് 1529 ഖാഗ്ര യുദ്ധത്തിൽ മഹമ്മൂദ് ലോധിയുടെ നേതൃത്വത്തിലുള്ള അഫ്ഗാനികളെ തോൽപ്പിച്ചത്. ഹാൽഡി ഘട്ട് യുദ്ധത്തിൽ അക്ബറെ എതിർത്ത് പരാജയപ്പെട്ട രജപുത്ര രാജാവ്. 1576 ഹാൽഡി ഘട്ട് യുദ്ധത്തിൽ അക്ബറെ എതിർത്ത് പരാജയപ്പെട്ട രജപുത്ര രാജാവ് റാണ പ്രതാപ്. റാണ പ്രതാപാണ് 1576 ഹാൽഡി ഘട്ട് യുദ്ധത്തിൽ അക്ബറെ എതിർത്ത് പരാജയപ്പെട്ട രജപുത്ര രാജാവ്. ഹാജോ എന്ന തീർത്ഥാടന കേന്ദ്രം ഏത് നദിയുടെ തീരത്താണ്? ഹാജോ എന്ന തീർത്ഥാടന കേന്ദ്രം ഏത് നദിയുടെ തീരത്താണ്? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് ഹാജോ എന്ന തീർത്ഥാടന കേന്ദ്രം. ഹിന്ദിയിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലും ഹിന്ദ് മഹാസാഗരം എന്നറിയപ്പെടുന്നത്. ഹിന്ദിയിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലും ഹിന്ദ് മഹാസാഗരം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രം. ഹിന്ദിയിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലും ഹിന്ദ് മഹാസാഗരം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഹിന്ദുസ്ഥാൻ്റെ തനതായ ഫലം എന്ന് മാങ്ങയെ വിശേഷിപ്പിച്ചതാര്? ഹിന്ദുസ്ഥാൻ്റെ തനതായ ഫലം എന്ന് മാങ്ങയെ വിശേഷിപ്പിച്ചത് ബാബർ. ബാബറാണ് ഹിന്ദുസ്ഥാൻ്റെ തനതായ ഫലം എന്ന് മാങ്ങയെ വിശേഷിപ്പിച്ചത്. ഹിമാലയൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഹിമാലയൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഷിംല. ഷിംലയിലാണ് ഹിമാലയൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് എപ്പോൾ? ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയ്ക്ക് വരുമ്പോൾ. ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയ്ക്ക് വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത്. മെലനോമ എന്ന ക്യാൻസർ ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? മെലനോമ എന്ന ക്യാൻസർ ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ത്വക്ക്. മെലനോമ എന്ന ക്യാൻസർ ത്വക്കിനെയാണ് ബാധിക്കുന്നത്. ലെപ്ച, ഭൂട്ടിയ എന്നിവ ഏത് സംസ്ഥാനത്തെ ജനതയാണ്? ലെപ്ച, ഭൂട്ടിയ എന്നിവ ഏത് സംസ്ഥാനത്തെ ജനതയാണ്? സിക്കിം. സിക്കിം സംസ്ഥാനത്തെ ജനതയാണ് ലെപ്ച, ഭൂട്ടിയ എന്നിവ. ലെപ്രോമിൻ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലെപ്രോമിൻ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠം. ലെപ്രോമിൻ ടെസ്റ്റ് നടത്തുന്നത് കുഷ്ഠരോഗം നിർണ്ണയിക്കാനാണ്. ഐക്യരാഷ്ട്രസഭയുടെ രൂപവൽക്കരണത്തിന് മുൻകൈയെടുത്ത അമേരിക്കൻ പ്രസിഡന്റ്. ഐക്യരാഷ്ട്രസഭയുടെ രൂപവൽക്കരണത്തിന് മുൻകൈയെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ രൂപവൽക്കരണത്തിന് മുൻകൈയെടുത്ത അമേരിക്കൻ പ്രസിഡന്റ്. പോയിന്റ് കാലിമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ്? പോയിന്റ് കാലിമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ്? തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് പോയിന്റ് കാലിമർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ലോക്സഭാംഗമായ ആദ്യ കേരളീയ വനിത. ലോക്സഭാംഗമായ ആദ്യ കേരളീയ വനിത ആനി മസ്ക്രീൻ. ആനി മസ്ക്രീനാണ് ലോക്സഭാംഗമായ ആദ്യ കേരളീയ വനിത. വോൾട്ടയർ ഏത് രാജ്യക്കാരനായിരുന്നു? വോൾട്ടയർ ഏത് രാജ്യക്കാരനായിരുന്നു? ഫ്രാൻസ്. കേരളത്തിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വെള്ളൂർ. കേരളത്തിൽ വെള്ളൂരിലാണ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ് KR നാരായണൻ. KR നാരായണനായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ്. കേരളത്തിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി. കേരളത്തിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി. റാണി ഗൗരി ലക്ഷ്മിബായി ആയിരുന്നു കേരളത്തിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി. കേരളത്തിൽ ആദ്യമായി വാർഷിക വിശേഷാൽ പ്രതി പുറത്തിറക്കിയ പത്രം. കേരളത്തിൽ ആദ്യമായി വാർഷിക വിശേഷാൽ പ്രതി പുറത്തിറക്കിയ പത്രം മിതവാദി. കേരളത്തിൽ ആദ്യമായി വാർഷിക വിശേഷാൽ പ്രതി പുറത്തിറക്കിയ പത്രമായിരുന്നു മിതവാദി പത്രം. ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ശ്രദ്ധേയനായ മലയാളി. ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ശ്രദ്ധേയനായ മലയാളി VK കൃഷ്ണമേനോൻ. VK കൃഷ്ണമേനോനാണ്
ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ശ്രദ്ധേയനായ മലയാളി. പേർഷ്യനു പകരം ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ച ഭരണാധികാരി. പേർഷ്യനു പകരം ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ച ഭരണാധികാരി വില്യം ബെൻഡിക്. വില്യം ബെൻഡിക് ആയിരുന്നു പേർഷ്യനു പകരം ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ച ഭരണാധികാരി. പോർച്ചുഗലിലെ കാതറിനെ വിവാഹം കഴിച്ചപ്പോൾ ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ രാജാവിന് സ്ത്രീധനമായി ലഭിച്ച പ്രദേശം. പോർച്ചുഗലിലെ കാതറിനെ വിവാഹം കഴിച്ചപ്പോൾ ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ രാജാവിന് സ്ത്രീധനമായി ലഭിച്ച പ്രദേശം ബോംബെ. ബോംബെ ആയിരുന്നു പോർച്ചുഗലിലെ കാതറിനെ വിവാഹം കഴിച്ചപ്പോൾ ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ രാജാവിന് സ്ത്രീധനമായി ലഭിച്ച പ്രദേശം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം 25. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. ഇന്ത്യൻ ആർക്കിയോളജിയുടെ പിതാവ്. ഇന്ത്യൻ ആർക്കിയോളജിയുടെ പിതാവ് അലക്സാണ്ടർ കണ്ണിങ്ഹാം. അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ് ഇന്ത്യൻ ആർക്കിയോളജിയുടെ പിതാവ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.